ഉപ്പുവെള്ളം കയറി നശിച്ച നെല്ല് സംഭരിക്കുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. നെല്ല് സംഭരിച്ച് കർഷകർക്ക് വില നൽകുമെന്ന് മന്ത്രി പറഞ്ഞു. ഉപ്പുവെള്ളം കയറി നെൽകൃഷി നശിക്കുന്നതിനാൽ കർഷകർ കൃഷിയിൽ നിന്ന് പിറകോട്ട് പോകുന്നുവെന്ന് കഴിഞ്ഞ ദിവസം മീഡിയ വൺ വാർത്ത നൽകിയിരുന്നു. മീഡിയ വൺ ഇമ്പാക്ട്. ചരിത്രത്തിലാദ്യമായിട്ടാണ് ഉപ്പുവെള്ളം കയറി നശിച്ച മുഴുവൻ നെല്ലും ഈ കഴിഞ്ഞ വർഷം സംഭരിച്ചത്. അതിൻ്റെ മുഴുവൻ തുകയും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ നെല്ലിൻ്റെ പട്ടികയിൽ പെടുത്തി തന്നെ അത് സംഭരിക്കുകയായിരുന്നു. നാളെയും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ തീർച്ചയായിട്ടും അവർക്കതിനുള്ള സഹായം ചെയ്യും. ആ നെല്ല് സർക്കാർ സംഭരിച്ചിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതുവരെയും കേരളത്തിൽ കൃഷിവകുപ്പ് നെല്ല് സംഭരിച്ചിട്ടേയില്ല. ആദ്യമായിട്ട് ഉപ്പുവെള്ളം കയറിയ ആ നെല്ല് കൃഷിവകുപ്പിന്റെ മുൻകൈയിൽ ഓയിൽ പാമ്പിനെ കൊണ്ട് സംഭരിപ്പിച്ചിട്ട് അതിന്റെ വില പ്രത്യേകമായി സംസ്ഥാന ഖജനാവിൽ നിന്ന് അനുവദിച്ച് നമ്മൾ കൊടുക്കുകയായിരുന്നു. ഇനി അവരുടെ ഇൻഷുറൻസിന്റെയും മറ്റു കാര്യങ്ങളും. ഫൈസൽ അസീസ് വിശദാംശങ്ങൾ നൽകും. ഫൈസൽ, ഈ ഉപ്പുവെള്ളം കയറിയ നെല്ലിന്റെ കാര്യത്തിൽ വലിയ ആശങ്ക കർഷകർക്കുണ്ടായിരുന്നു. വലിയ ആശ്വാസമാണ് ഇപ്പോൾ മന്ത്രിയുടെ വാക്കുകൾ. എപ്പോഴത്തേക്ക് അതിന്റെ നടപടി ഉണ്ടാകും? സൈഫ്, ഏതായാലും മന്ത്രിയുടെ വാക്കുകൾ കർഷകർക്ക് സംബന്ധിച്ച് വലിയ രീതിയിൽ ആശ്വാസം തന്നെയാണ്. കാരണം ഈ ഉപ്പുവെള്ളം കയറുന്നതുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ നഗരസഭയുടെ കീഴിൽ 14 കൃഷിയിടങ്ങളാണ് ഉള്ളത്. അതിൽ 12 ഇടങ്ങളിൽ ഒഴികെ 2 പാടത്ത് മാത്രമാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത്. അതായത് ഉപ്പുവെള്ളം കയറി കൃഷി നശിക്കുന്നതിനാൽ അതിന് നഷ്ടപരിഹാരമൊന്നും ലഭിക്കാത്ത സ്ഥിതിക്കാണ് കർഷകർ ഇത്തരത്തിലുള്ള ഒരു കൃഷിയിൽ നിന്ന് പിന്മാറുന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം മീഡിയ വൺ ചെയ്യുന്നത്. അതിന്റെ ഭാഗമായി അതിന്റെ ഒരു പ്രതികരണമാണ് ഇപ്പോൾ മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. അതായത് ഉപ്പുവെള്ളം കയറി നശിച്ച നെല്ലായി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് സർക്കാർ സംഭരിച്ച അതിന്റെ വില കർഷകർക്ക് നൽകുമെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കർഷകരുടെ പ്രധാനപ്പെട്ട ആവശ്യം അതിന് നഷ്ടപരിഹാരം നൽകണമെന്നാണ്. അതുമായി ബന്ധപ്പെട്ടൊന്നും അദ്ദേഹം സംസാരിച്ചിട്ടില്ല. ഏതായാലും ഈ നെല്ല് കർഷകരുടെ കയ്യിൽ നിന്നും സംഭരിച്ച് അത് സർക്കാരിന്റെ സ്ഥാപനമായ ഓയിൽ പാം എന്ന കമ്പനിയിലേക്ക് നൽകി അതിന്റെ വില കർഷകർക്ക് നൽകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഇതുപോലെ ഉപ്പുവെള്ളം കയറി നശിച്ച നെല്ല് കഴിഞ്ഞ തവണ സംഭരിച്ചപ്പോഴും കർഷകർക്ക് അതിന്റെ വില നൽകിയിരുന്നു. അത് തന്നെ തുടർന്നും ആവർത്തിക്കും. ഇനി കർഷകർക്ക് ഇത്തരത്തിൽ ഈ ഉപ്പുവെള്ളം കയറിയ നെല്ല് സംഭരിച്ച് അതിന്റെ നെല്ലിന്റെ തന്നെ വില കർഷകർക്ക് നൽകുമെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ശരി ഫൈസൽ.